വിഭാഗത്തപ്പോൾ ഒരു വിങ്കുണ്ടായി. അതാരാണ്? ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ഖുർആനും സുന്നത്തും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു വിഭാഗം ആവശ്യമായി വന്നു. ആ വിഭാഗം അഹ്ലുസ് സുന്നത്തി വൽ ജമാ എന്ന പേരിൽ അറിയപ്പെട്ടു. സുന്നത്ത് ജമാഅത്ത്. എന്താ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം? മറ്റൊന്നുമല്ല, സുന്നത്ത് എന്ന് പറഞ്ഞാൽ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതോടെ തന്നെ ആരാണ് കൂട്ടരെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് നാമം ചെയ്തത്. അസ്സുന്ന മാ സന്നഹു റസൂലുള്ളാഹ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹിന്റെ ചര്യ, ആ ചര്യ സ്വീകരിക്കുന്നവർ. വൽ ജമാ, ജമാഅത്ത് എന്ന് പറഞ്ഞാലോ മത്തഫഖ അസ്ഹാബു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് ഇത്തിഫാഖായ കാര്യങ്ങൾ സ്വീകരിക്കുന്നവർ, റസൂലുള്ളാഹിയെയും സ്വഹാബത്തിനെയും അംഗീകരിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ. പ്രവാചകൻ പഠിപ്പിച്ച ദീൻ ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്കാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാം. ആ സുന്നത്ത് ജമാഅത്ത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അവാന്തര വിഭാഗങ്ങൾ, പിഴച്ച കക്ഷികൾ ഒക്കെ കടന്നു പോകണം. അങ്ങനെ കടന്നു വന്ന് ഇങ്ങനെ അവർ പോരുമ്പോ ലോക ചരിത്രം തന്നെ ഷിയാ മുസ്ലിം സുന്നി മുസ്ലിം എന്നായി കഴിഞ്ഞപ്പോ അതിലേക്ക് വകവെച്ച മറ്റൊരു കാര്യങ്ങളുണ്ട്. ഷിയാക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആദർശം പഠിച്ചതോടൊപ്പം മനസ്സിലാക്കിയതോടൊപ്പം തന്നെ അവർ ചെയ്തൊരു കാര്യം രാഷ്ട്രീയപരമായി ഇടപെടുക, രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കുപോക്കുകൾ നടത്തിയിട്ട് അധികാരികളെ കയ്യിലെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക. ഇന്നുണ്ടല്ലോ അങ്ങനെ ചില ആൾക്കാർ ഇലക്ഷൻ വരുമ്പോൾ അവർ രംഗത്തുണ്ടാവും. ഇലക്ഷൻ ആകുമ്പോൾ ഓരോ നേതാക്കന്മാര് ചാനലുകളിലും വാർത്തകളിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. ഉണ്ട്, ഞങ്ങളാണ് മുസ്ലിം സമൂഹത്തിന്റെ മൊത്തം കുത്തവകാശമുള്ള ആൾക്കാര്. അങ്ങനെ എല്ലായിടത്തും പ്രത്യക്ഷമായിട്ട് നിന്നിട്ട് ഞങ്ങളുടെ വോട്ട് ഇങ്ങക്ക്, നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക്, അങ്ങനെ പല രൂപത്തിലും വിലപേശിയിട്ട് മുസ്ലിം സമുദായത്തെ രാഷ്ട്രീയ പിണിയാളുകളുടെ കാഴ്ചവട്ടിൽ കൊണ്ടുപോയി കാഴ്ചവെക്കാൻ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, പല വിഭാഗം ആൾക്കാരുണ്ട്. അതിൽ പലരുണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ അന്ന് രാഷ്ട്രീയക്കാരായി ഷിയാക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ രൂപത്തിലുള്ള നീക്കുപോക്കുകൾ ഷിയാക്കൾ നടത്തിയപ്പോ രാഷ്ട്രീയപരമായിട്ട് ഇവരെ പരാജയപ്പെടുത്താൻ ഒരു സംഘം ആവശ്യമായി വന്നു. അങ്ങനെ അന്നുണ്ടായ ഒരു സംഘമാണ് സുന്നിയൂൻ, സുന്നി പ്രസ്ഥാനം. ഒരു രാഷ്ട്രീയ സംഘടന എന്നുവെച്ചാൽ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് നിൽക്കാനും ഇലക്ഷൻ നിൽക്കാനൊക്കെ ഉണ്ടായ ഒരു രാഷ്ട്രീയ സംഘടന സുന്നിയൂൻ, സുന്നി പ്രസ്ഥാനം. അങ്ങനെ ഷിയാ സുന്നി രണ്ട് വിഭാഗമായി മാറി. അങ്ങനെ ഇസ്ലാമിക ചരിത്രം പോരാ. ഷിയാക്കളാകട്ടെ ഇസ്ലാമിക വിരുദ്ധമായ മുഴുവൻ വിശ്വാസങ്ങളും വെച്ചു പുലർത്തിയവരാണ്. ഷിയാക്കളുടെ വിശ്വാസം നമുക്കറിയാം. നമ്മൾ അംഗീകരിക്കുന്നത് പോലെ പ്രമാണങ്ങളെ അംഗീകരിക്കാൻ ഷിയാക്കൾ ഒരുക്കല്ല. ബുഖാരി അവർ അംഗീകരിക്കില്ല, മുസ്ലിം അവർ അംഗീകരിക്കില്ല, സിഹാഹു സിത്തയിൽ പെട്ട ഗ്രന്ഥങ്ങളെ അംഗീകരിക്കാൻ അവർ ഒരുക്കമല്ല. നേരെമറിച്ച് നമ്മൾ ബുഖാരി നോക്കുമ്പോ ഷിയാക്കൾ ഉസൂലുൽ കാഫി എന്ന് പറയുന്ന വേറൊരു ഹദീസിന്റെ കിതാബുണ്ട്, ഉസൂലുൽ കാഫി. ബുഖാരിക്ക് പോലെ അവർ നോക്കേണ്ടത് ഉസൂലുൽ കാഫിയാണ്.